എല്ലാവർക്കും ഒരിക്കൽ കൂടി വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ ലോകത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ അധ്യായമായ ചിത്രങ്ങളുടെ ലയവിന്യാസം എന്ന പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെക്കുറിച്ചും ആ ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ജിംബ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ജിം മീൻസ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ 9 ആക്ടിവിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. അധ്യായം 1 ചിത്രങ്ങളുടെ ലയവിന്യാസം. ഇതിൽ കെൻ റോബിൻസൺ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഭാവനയാണ് ഏതൊരു മനുഷ്യ നേട്ടത്തിൻ്റെയും പ്രഭവസ്ഥാനം. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജിംബ് എന്ന സോഫ്റ്റ്വെയറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇമേജസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഇവിടെ ഇമേജ് എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സഹായത്തോടെ ചിത്രങ്ങൾക്ക് മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഇമേജ് എഡിറ്റിംഗ്. ഇമേജ് എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ആ ജിംബിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി ചിത്രങ്ങൾ ശേഖരിക്കാം എന്നാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അതുപോലെ ജിംബ് തുറക്കുക, ജിംബ് ഓപ്പൺ ചെയ്യുക, ചിത്രങ്ങൾ ശേഖരിക്കുക, ക്യാൻവാസിന് നിറം നൽകുക, ചിത്രങ്ങൾ ക്യാൻവാസിൽ ക്രമീകരിക്കുക, ലെയറിന് പേര് നൽകുക. അതുപോലെ ഒരു 9 ആക്ടിവിറ്റികളുണ്ട്. ആ 9 ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ അധ്യായം. നമുക്ക് ജിം സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യും. അതിനു മുമ്പ് ഞാൻ പറയാം, ഇവിടെ ചിത്രങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞു ടെക്സ്റ്റിൽ. നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോം ഫോൾഡർ. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സ്കൂൾ റിസോഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്താൽ അവിടെ സ്റ്റാൻഡേർഡ് 8, 9, 10 അങ്ങനെ ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോൾഡർ സ്റ്റാൻഡേർഡ് 9 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമുള്ള മെറ്റീരിയൽസും ഇമേജസും റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിലെ ഇമേജസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ജിംബ് സോഫ്റ്റ്വെയറിന് വേണ്ടി തയ്യാറായിട്ടുള്ള കുറച്ച് ഇമേജസ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ആപ്ലിക്കേഷൻ ഗ്രാഫിക് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 വിൻഡോസ് ആണ്. അതായത് ആദ്യത്തേത് മെയിൻ വിൻഡോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തേത് ടൂൾ വിൻഡോ അല്ലെങ്കിൽ ടൂൾ ബോക്സ് വിൻഡോ. തേർഡ് വൺ ലെയർ വിൻഡോ. ഈ 3 വിൻഡോസ് ആണ് നമുക്ക് ജിം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ കിട്ടുന്നത്. ഇൻ കേസ് ഈ ലെയർ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വന്നില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വിൻഡോസിൽ ഡോക്കബിൾ ഡയലോഗ്സിൽ ലേയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വിൻഡോസിൽ ഡോക്കബിൾ ഡയലോഗ്സ് ഓപ്ഷനിൽ ബട്ടണിൽ ലേയേഴ്സ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലേയേഴ്സിൻ്റെ ഈ വിൻഡോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ടൂൾ ബോക്സ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വിൻഡോസിൽ പോവുക, ന്യൂ ടൂൾ ബോക്സ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് ടൂൾ ബോക്സും ലേയേഴ്സും ഒക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം.
ആദ്യം നിങ്ങൾ ഈ മെയിൻ വിൻഡോ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ബട്ടൺ മാക്സിമൈസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫയൽ മെനുവിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്നത് A4 സൈസിലുള്ള ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാണ് പറയുന്നത്. ഓക്കെ, ഈ ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായ ക്യാൻവാസിന്റെ സൈസസ് ഇവിടെ തന്നിട്ടുണ്ട്. A4 A3 കണ്ട നിങ്ങൾ. അപ്പോൾ ഇവിടെ A4 സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി ഇതല്ല എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റിൽ ഇവിടെ ഡിഫൈൻ ചെയ്ത സൈസ് അല്ലാതെ നിങ്ങൾക്ക് തന്നെ വിഡ്ത്തും ഹൈറ്റും ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ല വിഡ്ത്തും ഹൈറ്റും എന്ത് ചെയ്യാം, വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക. എന്നിട്ട് അതിന് സൈസ് പിക്സലിലാണെങ്കിൽ പിക്സലിലേക്ക് മാറ്റുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ എന്താവും, ഇതേപോലെ ഓപ്പൺ ചെയ്ത് തരും. ഓക്കെ, നമുക്കിപ്പോൾ A4 സൈസിലുള്ള ക്യാൻവാസ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം പറഞ്ഞത് ക്യാൻവാസിന് നിറം നൽകാം. ക്യാൻവാസിന് നിറം നൽകാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഉണ്ട്. ഇത് ഫോർഗ്രൗണ്ട് കളർ ആൻഡ് ദിസ് ഈസ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, ഇവിടെ ഒരു സ്വാപ്പ് ബട്ടൺ ഉണ്ട്, ഇന്റർചേഞ്ച് ബട്ടൺ. ഇവിടെ രണ്ട് കളേഴ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. അതുപോലെ വൈറ്റ് കളറിൽ സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം രണ്ട് കളറായി. ഓക്കെ, അപ്പോൾ ഇത് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആരോസിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. കണ്ട രണ്ട് കളേഴ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ കളേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്ലെൻഡ് ടൂൾ, ഇതാണ് ബ്ലെൻഡ് ടൂൾ. ഈ ഓരോ ടൂളിലും നമ്മൾ മൗസ് പോയിന്റർ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും റെക്ടാങ്കിൾ സെലക്ട് ടൂൾ, എലിപ്സ് സെലക്ട് ടൂൾ, ഫ്രീ സെലക്ട് ടൂൾ, സെലക്ട് ബൈ കളർ ടൂൾ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് കാണും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്ലെൻഡ് ടൂൾ അതിന്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഫിൽ സെലക്ടഡ് ഏരിയ വിത്ത് എ കളർ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അതിലൊരു L ആൽഫബറ്റ് കൂടിയുണ്ട്. അത് ഇതിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. റെക്ടാങ്കിൾ സെലക്ടിന്റെ R, എലിപ്സ് സെലക്ടിന്റെ E, അതിന്റെ ആ സെന്റൻസിന്റെ ലാസ്റ്റ് കണ്ട നിങ്ങൾ ഓരോ ഇംഗ്ലീഷ് ലെറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൗസ് പോയിന്ററിന്റെ ആ സിമ്പിൾ മാറി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഓക്കെ, എൻ്റെ മൗസ് വിടാതെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ആ കളർ കോമ്പിനേഷൻ ആ ക്യാൻവാസിൽ വരും. ഇത് ഇതേപോലെ താഴെ നിന്ന് ഡൗൺ ടു ടോപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ കിട്ടും. ഇതേപോലെ ഓരോ സൈഡും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാം ഇതിന്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്യാൻവാസിന് നിറം നൽകുന്നത്. മനസ്സിലായില്ലേ? അടുത്തതായി ഒരു ചിത്രം ഈ ക്യാൻവാസിൽ നമുക്ക് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം അല്ലേ. ഇപ്പൊ ഇവിടെ ഓൾറെഡി നമ്മുടെ ലെയർ വിൻഡോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ലെയറായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യുക. ഫയലിൽ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹോം ഫോൾഡർ. ഓക്കെ, ഹോം ഫോൾഡറിൽ സ്കൂൾ റിസോഴ്സിൽ പോവുക. സ്റ്റാൻഡേർഡ് 9 ഇമേജസിൽ പോവുക. ഇവിടെ ഒരു ILO ഒരു ലോഗോ ഉണ്ട്, ILO എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കാൻ, നിങ്ങൾ ടെക്സ്റ്റിൽ കാണിച്ച അതേ ആക്ടിവിറ്റിയാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു പെർട്ടിക്കുലർ കളർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇവിടെ
സെലക്ട് ബൈ കളർ ടൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഏത് കളറാണോ സെലക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ വൈറ്റ് കളറാണെങ്കിൽ ആ വൈറ്റ് കളറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. വൈറ്റ് കളറിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഡിറ്റിൽ കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിലാണെങ്കിൽ എഡിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്നാണ് ലെയറിന് ആ പേര് വന്നിട്ടുള്ളത്. അതൊരു ടെമ്പററി ലെയറാണ്. അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയറിൽ പോവുക, ടു ന്യൂ ലെയർ സെലക്ട് ചെയ്യുക. ഓക്കെ, ടു ന്യൂ ലെയർ സെലക്ട് ചെയ്താൽ ഇവിടെ പേസ്റ്റഡ് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഉണ്ടാവും. അത് ലെയറായി. ഓക്കെ, രണ്ടും വേറെ വേറെ ലെയറായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്കെയിൽ ടൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ആ സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിക്ചറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വലുതാക്കാൻ പറ്റും. എന്നിട്ട് സ്കെയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സൈസ് മാറി. ഇവിടെ ഈ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്താൽ എന്ത് പറ്റിപ്പോൾ, മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്യാൻവാസ് അടക്കം മാറിയില്ല. നമുക്ക് ആ വൈറ്റ് കളറുള്ള ചിത്രം മാത്രമല്ല മാറുണ്ടോ. അപ്പോൾ എഡിറ്റിൽ അൺഡു ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ കളറിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പോൾ ആ പിക്ചർ അവിടെ എന്തായി, പ്ലേസ്ഡ് ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, സെലക്ട് ബൈ കളർ ടൂൾ നമ്മളിപ്പോൾ ചെയ്തു. ഇതേപോലെ ഒരു ലോഗോ ആണ് നമുക്ക് ഇവിടെ റെഡി ആക്കേണ്ടത്. നിങ്ങൾ കാണുന്നില്ല ഇവിടെ, സേ നോ ടു ചൈൽഡ് ലേബർ, ജൂൺ 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ഇതേപോലെയാണ് നമ്മൾ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ഇനി എന്ത് വേണം, ഒരു ലോഗോ അവിടെ സേ നോ ടു ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ പ്ലേസ് ചെയ്യണം അല്ലേ. അതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.